നമസ്കാരം, ഞാൻ ടിൻഡു തോമസ്. ഇന്ന് നമുക്ക് നമ്മുടെ ഒരു ഫ്ലോറിങ്ങിന്റെ സ്റ്റേജിലേക്ക് ആകുമ്പോഴത്തേക്കും നമ്മൾക്ക് കൺഫ്യൂഷൻ ആവും. നമുക്ക് എന്ത് കളർ ചൂസ് ചെയ്യണം, എന്ത് മെറ്റീരിയൽ യൂസ് ചെയ്യണം, ഗ്രാനൈറ്റ് വേണോ, മാർബിൾ വേണോ, ടൈൽസ് വേണോ, ഈവൻ സ്റ്റോൺസ് പോളിഷ് ചെയ്തിട്ടിടണോ, ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് നമ്മളൊരു ആർക്കിടെക്ട്സിന്റെ അഡ്വൈസ് ആണോ സ്വീകരിക്കേണ്ടത്, അതോ ഇന്റീരിയർ ഡിസൈനേഴ്സിന്റെ അഡ്വൈസ് ആണോ, ടൈൽ വർക്കേഴ്സിനെ കൊണ്ടുവരണോ ടൈൽ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതോ നമ്മളിപ്പോൾ ടൈലും മാർബിളും ഗ്രാനൈറ്റ് ഒക്കെ സെലക്ട് ചെയ്യാൻ പോകുന്ന ഷോപ്പിലുള്ള ആളുകളുടെ അഡ്വൈസ് ആണോ സ്വീകരിക്കേണ്ടത്, അതോ നമ്മളുടെ കസിൻസും ഒരുപാട് ആളുകളുണ്ടാകും അഭിപ്രായം പറയാനായിട്ട്, അപ്പം അവരുടെ ചോയ്സ് സ്വീകരിക്കണോ, അതോ നമ്മൾ ഓൾറെഡി ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വീട് പണി കഴിഞ്ഞ കുറേ വീടുകളിൽ പോയിട്ട് നമ്മൾ ഫ്ലോറിങ് നോക്കണോ, സെർച്ച് ചെയ്യണോ, അങ്ങനത്തെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും. അപ്പോൾ നമുക്കിന്ന് അതൊന്ന് നോക്കാം. എന്തൊക്കെയാണ് നമ്മൾ ഫ്ലോറിങ്ങിൻ്റെ സമയമാകുമ്പോഴത്തേക്കും ആരുടെയൊക്കെ അഡ്വൈസ് സ്വീകരിക്കണം, ആരോടൊക്കെ നമ്മൾ ചോദിക്കണം എന്നുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഫ്ലോറിങ്ങിൽ മെയിനായിട്ട് വരുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ടൈൽസ്, മാർബിൾ, ഗ്രാനൈറ്റ്, അങ്ങനത്തെ ഫ്ലോറിങ്സിൽ ചോയ്സസ് ഉണ്ട്. പിന്നെ ഇപ്പോൾ ടൈൽസ് ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഫുൾ ബോഡി ഡബിൾ ചാർജ്, GVT, അങ്ങനെ ഒരുപാട് ഗ്രേഡിലുള്ള ടൈൽസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഏത് വേണം എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ആദ്യമേ തന്നെ ഇപ്പം നമ്മളുടെ വീടാണ്, അപ്പം നമ്മൾക്കൊരു ഇത് ഫസ്റ്റ് തന്നെ ഉണ്ടാവണം. നമ്മുടെ വീട് എത്ര പ്ലസൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഒരു കോൺസെപ്റ്റ് ഉണ്ടാക്കുക. നമ്മളുടെ വീട്ടിൽ ബ്ലാക്ക് ടൈൽ വേണോ, വൈറ്റ് ടൈൽ വേണോ, ഈവൻ ബ്ലൂ ഷെയ്ഡ് കയറിയത് വേണോ, അങ്ങനത്തെ ഒരു എന്താണ് ഇപ്പം നമ്മളുടെ പെയിൻറ്റിങ് ഇങ്ങനെ എന്ത് വേണം. ഇപ്പം നമ്മൾ എന്തായാലും നമ്മളൊരു വീട് വെക്കുമ്പോൾ നമ്മളുടെ ഉള്ളിലൊരു ആഗ്രഹങ്ങളുണ്ടാവും. അത് വെച്ചിട്ടായിരിക്കും നമ്മൾ ഒരു ആർക്കിടെക്റ്റിനെ കൊണ്ട് വീട് പ്ലാൻ വരപ്പിക്കുന്നത്. അതിനുശേഷം അവരുമായിട്ട് ഡിസ്കഷനിലേക്ക് പോകുന്നത്. പിന്നെ 3D ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ ഒരു ക്ലയൻറ്റുമായിട്ട് ഒരുമിച്ച് ഇരുന്നിട്ടായിരിക്കും പ്ലാനും കാര്യങ്ങളെല്ലാം വരച്ച് 3D എല്ലാം നമുക്ക് ചെയ്തു തരുന്നത്. പറയുന്ന ഫ്ലോറിങ്ങിൻ്റെ ഒരു സെഗ്മെൻ്റ് ആകുമ്പോഴത്തേക്കും എന്നാലും കൺഫ്യൂഷൻസ് വരും. എന്ത് ക്വാളിറ്റി നമ്മൾ എടുക്കാം തന്നെ. ഇപ്പം ഒരു ക്ലയൻറ്റിന് പ്രത്യേകിച്ച് ഡൗട്ട് വരാൻ കാര്യം, ഇപ്പം ഒരുപാട് ഫ്ലോറിങ്ങിൻ്റെ ഓപ്ഷൻസ് ഉള്ള ഷോപ്പുകളുണ്ട്. അപ്പം അവിടെ ചെല്ലുമ്പോഴത്തേക്കും അവർ നല്ല ടൈലായിരിക്കും നമുക്ക് തരുന്നത്, അല്ലെങ്കിൽ നല്ല ഗ്രാനൈറ്റ് ആണോ, നല്ല മാർബിൾ ആണോ നമുക്ക് തരുന്നത്, അത് ബെറ്റർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണോ, അങ്ങനത്തെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഉറപ്പായിട്ടും ഇപ്പോൾ ഒരു ഫസ്റ്റ് ടൈം ആർക്കിടെക്ട്സും ഇന്റീരിയർ ഡിസൈനേഴ്സും ആരും ഇല്ലാതെ ഒരു ഡയറക്റ്റ് ഷോപ്പിൽ വരുന്ന ക്ലയൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ അടുത്ത് എപ്പോഴും പറയാറുണ്ട്, ഞങ്ങൾ നെക്സ്റ്റ് ടൈം വരുമ്പോഴത്തേക്കും ആർക്കിടെക്ട്സിനെ കൊണ്ടുവരാം, അല്ലെങ്കിൽ ഇന്റീരിയർ ഡിസൈനറെ കൊണ്ടുവരാം, പിന്നെ ടൈൽസ് വർക്കേഴ്സിനെയും കൊണ്ട് മെഷർമെൻറ്റ് എടുപ്പിച്ചിട്ട് അവരെയും കൊണ്ടുവരാം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമുക്ക് ഇവരുടെയൊക്കെ അഭിപ്രായം സ്വീകരിക്കാം. അതായത് നമ്മളിപ്പോൾ ഏത് ബ്രാൻഡിൻ്റെ എടുക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രീമിയം റേഞ്ചിലുള്ള ഒരു ക്ലയൻറ്റ് ആണെന്നുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും ഒരു ബ്രാൻഡിലേക്ക് തന്നെ പോകും. അപ്പോൾ ഇപ്പം ബ്രാൻഡിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, കാരണം ഒരുപാട് ബ്രാൻഡുകൾ നമുക്ക് അവൈലബിൾ ആണ്. പല റേഞ്ചിലുള്ള പ്രൊഡക്ട്സ് കിട്ടുന്ന ബ്രാൻഡുകളുണ്ട്. അപ്പോൾ അത് നമ്മുടെ ചോയ്സാണ്, എന്ത് ബ്രാൻഡ് എടുക്കണം എന്നുള്ളത് എപ്പോഴും കസ്റ്റമറിൻ്റെ ചോയ്സാണ്. പിന്നെ നിങ്ങൾക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ആർക്കിടെക്ട്സുമായിട്ട് ചോദിച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ അവർ പറയും ഈ ബ്രാൻഡിൻ്റെ ഇന്ന സൈസിലുള്ള വലിയ ടൈൽസ് നമുക്ക് ലിവിങ്ങിലെ ഡൈനിങ്ങിലൊക്കെ ചൂസ് ചെയ്തിട്ട് ബാക്കി ബെഡ്റൂംസിൽ അതേപോലെ ബാത്റൂംസിലൊക്കെ നമുക്ക് വേറെ കുറഞ്ഞ ബ്രാൻഡിലേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞ് അവർ സജസ്റ്റ് ചെയ്ത് തരും. അപ്പോൾ ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് ആർക്കിടെക്ട്സുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്യാൻ പറ്റും. അതേപോലെ ഡിസൈൻ എങ്ങനത്തെ വേണം, പ്ലെയിൻ വേണോ, ഡിസൈൻ കൂടുതലുള്ളത് വേണോ എന്നൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ആർക്കിടെക്റ്റോ ഇന്റീരിയർ ഡിസൈനറൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് വേണം നിങ്ങളൊരു ഷോപ്പിലേക്ക് ചെല്ലാനും പർച്ചേസ് ചെയ്യാനൊക്കെ ആയിട്ട്. പക്ഷെ ആ പർച്ചേസ് ചെയ്ത ടൈമിൽ നിങ്ങളിപ്പോൾ ഒരു ആർക്കിടെക്ട്സിനെ കൊണ്ടോ ഇന്റീരിയർ ഡിസൈനറെ അവരെ കൊണ്ടോ അല്ലെങ്കിൽ വേറൊരാളെ കൊണ്ടോ നിങ്ങൾ മീഡിയേറ്ററായിട്ട് നിർത്തിയിട്ട് പർച്ചേസ് ചെയ്യിപ്പിക്കരുത്. നിങ്ങൾ തന്നെ പോയി സംസാരിച്ച് ഇപ്പോൾ ടൈൽസിനെ കുറിച്ച് അല്ലെങ്കിൽ മാർബിളിനെ കുറിച്ച്, ഗ്രാനൈറ്റിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് ആ കടയിൽ നിൽക്കുന്ന ഒരു കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്കായിരിക്കും. കാരണം ഇപ്പം നമ്മളൊരു നമ്മൾ പുറത്തിപ്പം ഒരു കോൺട്രാക്ടർക്കോ അല്ലെങ്കിൽ ഒരു ഇപ്പോൾ ഇൻറ്റീരിയർ ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ ആർക്കിടെക്ട്സ് പഠിച്ചവർക്കോ ഒന്നും ഒരിക്കലും ഈ പ്രൊഡക്ട്സിൻ്റെ ക്വാളിറ്റിയെ കുറിച്ചോ അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് എത്രമാത്രം നല്ലതാണെന്നോ ഒന്നും സത്യം പറഞ്ഞാൽ അറിയില്ല. അവർക്ക് അവരുടെ അതായത് ക്ലയൻസിന് കളർ പറഞ്ഞു കൊടുക്കാനും എവിടേക്ക് ഇന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എത്ര സൈസിലുള്ള സാധനങ്ങൾ ചൂസ് ചെയ്യണമെന്നും പറഞ്ഞു തരാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പം ആ ഒരു ഷോപ്പിലുള്ള ആളുകൾക്ക് ഇപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടൈൽസിനെ കുറിച്ചോ മാർബിളിനെ കുറിച്ചോ സ്റ്റോണിനെ കുറിച്ചൊക്കെ കാലങ്ങളായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആളുകളായിരിക്കും ആ ഷോപ്പിൽ നിൽക്കുന്നത്. അപ്പോൾ അവരോട് നിങ്ങൾ ഓപ്പണായിട്ട് കാര്യങ്ങൾ പറയണം. ഞങ്ങളുടെ വീട് ഇങ്ങനെയാണ്, പ്ലാനുകളും അതേപോലെ തന്നെ സൈസും കാര്യങ്ങളെല്ലാം
ആർക്കിടെക്ട്സും ഇന്റീരിയർ ഡിസൈനറും ഒക്കെ പറഞ്ഞു തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്, അപ്പോൾ ഞങ്ങളുടെ ബഡ്ജറ്റ് ഇത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ നെക്സ്റ്റ് ഈ പറയുന്ന പോലെയുള്ള ഡിസ്കഷൻ പോകേണ്ടത് ആ ഷോപ്പിലുള്ള ആളുകളുമായിട്ടാണ്. അപ്പം ഇപ്പം അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഡൗട്ട്, ഇപ്പോൾ സ്റ്റെപ്പിന് എന്ത് ടൈൽ ചൂസ് ചെയ്യാം, നമുക്ക് ഫ്ലോറിങ്ങിൽ ഇപ്പം മെയിൻ ഏരിയയിൽ എന്ത് ടൈൽ ചൂസ് ചെയ്യാം, നല്ലതാണോ, എ ഗ്രേഡ് ആണോ അത് ബി ഗ്രേഡ് ആണോ വരുന്നത്, ഈ പറഞ്ഞ പോലെ തന്നെ അതിന് ഞങ്ങൾക്ക് എന്താണ് തെളിവുള്ളത്, ബെൻഡ് ഉണ്ടോ, ബെൻഡ് കൂടുതലുള്ള ടൈൽസ് ആണോ, അപ്പോൾ കളറിലും ഈ പറയുന്ന സൈസിലും മാത്രമല്ല നിങ്ങൾക്ക് എന്തൊക്കെയാണോ അത് വരുന്നത് പ്രീമിയം ഇപ്പം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യണം, അതും എല്ലാം നിങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടത് ഏത് ഷോപ്പിലാണോ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആ ഷോപ്പിലുള്ള ഒരു സീനിയർ എക്സിക്യൂട്ടീവായിട്ടും അല്ലെങ്കിൽ അവിടുത്തെ ആരാണോ നിങ്ങൾ ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കംഫർട്ടായിട്ട് തോന്നുന്നത് അവരുമായിട്ട്. ഇപ്പം ഒട്ടും ചില ഷോപ്പിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും ഇപ്പം നമുക്ക് പറയാൻ പറ്റും ഡിസ്പ്ലേ സെൻറ്റേഴ്സ് ഉണ്ട് എല്ലാ ബ്രാൻഡിനും. മെയിൻ ബ്രാൻഡ് ഇപ്പം ഇന്ന് ഞാനിപ്പോൾ പറയുന്നത് ഒരു പ്രീമിയം ലെവലിലുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറയുന്ന ഓപ്പൺ ഡിസ്കഷനെ കുറിച്ചും ആർക്കിടെക്ട്സിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനറിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഈ ടൈൽ വർക്കറുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും ഒരു മീഡിയം റേഞ്ചിലുള്ള കാര്യങ്ങളും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലേക്ക് പോവാം. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഞാൻ ഈ ഡിസ്പ്ലേ സെൻറ്റേഴ്സിൻ്റെ കാര്യം പറയാൻ കാര്യം. കാരണം അത്യാവശ്യം പ്രീമിയം ലെവലിലുള്ള ഒരു കുറച്ച് ക്ലയൻസാണ് ഈ ഡിസ്പ്ലേ സെൻറ്റേഴ്സിൽ പോയിട്ട് സെലക്ട് ചെയ്യുന്നത്, ആർക്കിടെക്ട്സ് ഒക്കെ പറഞ്ഞിട്ട് അവിടെ പോയി സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ പോയി കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ഫുൾ പ്രൊഡക്ട്സിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻസ് നമുക്ക് കിട്ടിയെന്ന് വരില്ല. സാർ എന്താണ് വേണ്ടത്, ഇന്ന കളറാണോ അല്ലെങ്കിൽ ഇന്ന സൈസാണോ, അവർ നമ്മളോട് ചോദിക്കും, നമുക്ക് ഇഷ്ടപ്പെട്ട കുറേ കാര്യങ്ങൾ കാണിച്ചു തരും, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഡിസൈൻസ് നമുക്ക് ചൂസ് ചെയ്ത് സെലക്ട് ചെയ്തൊരു ലിസ്റ്റാക്കി തരും, നമ്മൾ അതിൻ്റെ കൊട്ടേഷൻസ് എടുക്കും, അത് നമ്മൾ പർച്ചേസ് ചെയ്യും. പക്ഷേ നമ്മൾ ഈ ഒരു സെലക്ട് ചെയ്യുന്ന സാധനങ്ങളും കൊണ്ട് ഇത് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ഷോപ്പ് ചൂസ് ചെയ്യുക. അവിടെ ചെന്നിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ സീനിയർ എക്സിക്യൂട്ടീവ്സുമായിട്ടൊക്കെ സംസാരിക്കുക. എന്നിട്ട് പിന്നീട് കോട്ട് റേറ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെയാണ്. ഏറ്റവും നല്ല സാധനങ്ങൾ ആദ്യം സെലക്ട് ചെയ്യുക, ഡിസൈൻസ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം എന്താ പറയുന്നത്, ഇങ്ങനെ ഷോപ്പിൽ ചെന്ന് നല്ലൊരു നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്ന ഒരാളുമായിട്ട് ഇരുന്ന് സംസാരിച്ചിട്ട് മാത്രം ലാസ്റ്റ് ഫൈനൽ തീരുമാനങ്ങളിലേക്ക് പോവുക. ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഒരു മീഡിയം റേഞ്ചിലുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനങ്ങൾ എങ്ങനെ സെലക്ട് ചെയ്യാം എന്നത് നോക്കാം.